ഒരുപാട് പ്രഹസനങ്ങൾ കാണുന്നു, പ്രതിഷേധങ്ങൾ കാണുന്നു. ഞങ്ങൾ അരയും തലയും മുറുക്കിതാ പുറപ്പെടുകയാണ് എന്ന് പറയുന്നു. രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടി ഉണ്ടാക്കുന്ന നിയമം നിങ്ങൾ പേടിക്കണ്ട, ഭയം വേണ്ട, ജാഗ്രത മതി, പൗരത്വ നിയമം ഒന്നും വരില്ല എന്ന് പറഞ്ഞ് നമ്മുടെ പിണറായി മുപ്പനുണ്ട്. ഈ മറുപടിക്ക് ഈ വിഷയത്തിനകത്ത് ഒരു കാര്യവും ഇല്ല എന്നുള്ളത് സത്യം. അയാൾക്ക് ഇതിനകത്ത് ഒരു കാര്യവും ചെയ്യാൻ പറ്റത്തില്ല. എന്നാലും ശരി, ഒരു ആശ്വാസ വാക്കായിരിക്കും. 1955 പൗരത്വ നിയമം വരുന്നത് തന്നെ. പിന്നീട് അതിൽ ഭേദഗതി വരുത്തുന്ന ഒരു ബില്ലിനെ കുറിച്ചിട്ടാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. പാകിസ്ഥാൻ ആരുടെ രാജ്യമാണ്? ഞമ്മന്റെ രാജ്യം, അള്ളാഹുവിന്റെ സ്വന്തം രാജ്യം. ബംഗ്ലാദേശ് ആരുടെ രാജ്യമാണ്? ഞമ്മന്റെ സ്പ്ലിറ്റ് ആയത്. അഫ്ഗാനിസ്ഥാൻ ആരുടെ? നമ്മുടെ സ്വന്തം വിസ്മയ താലിബാൻകാരുടെ. ഈ 3 രാജ്യവും ഞമ്മന്റേതാണ്, മുറിയന്മാരുടെ രാജ്യമാണെന്നുള്ളത് യാതൊരു സംശയമില്ല. 2014 ഡിസംബർ 31 മുമ്പ് ഇന്ത്യയിലെത്തിയ, 2014 മുമ്പ് 2024 അതിനു മുമ്പ് ഇന്ത്യയിലെത്തിയ ഹിന്ദുക്കൾ, ഇതിനകത്ത് മുസ്ലിങ്ങളില്ല, സിഖുകാര്, പാഴ്സി, ജൈനര്, ബുദ്ധര്, ക്രൈസ്തവർ, ഈ മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾക്ക് പൗരത്വ അവകാശം നൽകുന്നു. അതായത് ഇവർ വന്നത് ഇവിടെ നിന്നാണ്, പാകിസ്ഥാനിൽ നിന്നും, ബംഗ്ലാദേശിൽ നിന്നും, അഫ്ഗാനിസ്ഥാനിൽ നിന്നും. ഇസ്ലാമിക ഭരണത്തിൽ ഇവർ അവിടെ ന്യൂനപക്ഷമാണ്, അവർക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അവരങ്ങനെ നെട്ടോട്ടം ഓടുകയാണ്. കാരണം ഇവർ പറയുന്ന 3 മുദ്രാവാക്യങ്ങളാണ്. ഒന്നുകിൽ മതം മാറുക, അതല്ലെങ്കിൽ രാജ്യം വിട്ടു പോകുക, അതുമല്ലെങ്കിൽ